മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാം വിന്നർ ഫാമിലി, 8ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കോണമി, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായാലും ഈ വരുന്ന പരീക്ഷയ്ക്ക് പഠിക്കാനില്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിലെ ഹോട്ട് ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ, അതിന് എങ്ങനെയൊക്കെ ചോദ്യം വരാം, എങ്ങനെ അതിന് ഉത്തരം എഴുതണം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് പറയുന്നത്. വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടാൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ചാപ്റ്റർ ബേസിക്കലി എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇതിൽ പറയുന്നത് നീഡ്സ് ആണ്, ആവശ്യങ്ങൾ. നമുക്കെല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് അല്ലേ? എനിക്ക് ആവശ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് പലതരം ആവശ്യങ്ങളുണ്ട്, ഈ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഓരോ തരം ആവശ്യങ്ങളുണ്ട്. അപ്പം മനുഷ്യൻ്റെ ആവശ്യങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ബേസിക് നീഡാണ്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യം. ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താനും അയാൾക്ക് വളരാനും അയാൾക്ക് സുരക്ഷിതത്തോടു കൂടി ജീവിക്കാനും ഒക്കെ ധാരാളം ആവശ്യങ്ങളുണ്ട് അല്ലേ? ആ ആവശ്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് അയാൾക്ക് എന്തായാലും കിട്ടണം എന്നുള്ള ആവശ്യങ്ങളാണ്. അത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ബേസിക് നീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല ഭക്ഷണം, വീട്, വസ്ത്രം അല്ലേ? ഒരു ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അപ്പം ഇതൊക്കെ ബേസിക് നീഡുകളാണ്. ഇനി ജീവിതം ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ഒന്നുകൂടെ ഒന്ന് കംഫർട്ട് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കംഫർട്ടബിൾ ലൈഫ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും വാങ്ങും അല്ലേ? ഒരു AC വാങ്ങും, ഒരു കാറ് വാങ്ങും, വില കൂടിയ ജ്വല്ലറി, ആഭരണങ്ങൾ, സ്മാർട്ട് ഫോൺ അല്ലേ? ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടൂലേ? ഒരു ഹാപ്പിനെസ് കിട്ടൂലേ? കിട്ടും. അപ്പോൾ ഇത്തരം നമ്മളുടെ ആവശ്യങ്ങളെയാണ് സന്തോഷദായക ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് അതിനെ ഗ്രാറ്റിഫൈങ് നീഡ് എന്ന് പറയും. അപ്പോൾ ബേസിക് ആവശ്യവും അതുപോലെ തന്നെ ഗ്രാറ്റിഫൈ നീഡും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും. ഓപ്ഷൻസ് തന്നിട്ട് ഏതാണ് ബേസിക് നീഡെന്നോ അല്ലെങ്കിൽ ഏതാണ് ഗ്രാറ്റിഫൈ നീഡെന്ന് ചോദിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ സവിശേഷതകൾ അത് ടെക്സ്റ്റ് ബുക്കിൽ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇതൊന്ന് നോക്കി വെക്കുക. എങ്ങാനും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് വായിച്ചാൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാം ആവശ്യങ്ങളല്ലേ? അപ്പം ആവശ്യം എന്ന് പറയുന്നത് എന്താ? ഒരു ഡിമാൻഡാണ്. നമുക്ക് പല ഭക്ഷണത്തിന് ആവശ്യമുണ്ട്, വസ്ത്രം ആവശ്യമാണ്, ഒരു ചായ കുടിക്കണം എന്നുള്ളത് പോലും നമ്മുടെ ഒരു ആവശ്യമില്ലേ? അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ നിരന്തരം ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നിറവേറ്റുന്നത്? ഉൽപ്പാദനത്തിലൂടെയാണ് അല്ലേ? പ്രൊഡക്ഷനിലൂടെയാണ്. ഭക്ഷണം വേണം, അപ്പോൾ എന്ത് വേണം? നമ്മൾ അരി ഉൽപ്പാദിപ്പിക്കണം, നെല്ല് ഉൽപ്പാദിപ്പിക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ മനുഷ്യൻ്റെ നീഡ്സ്, ഡിമാൻഡുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പ്രൊഡക്ഷനിലൂടെയാണ്. ഓക്കെ, ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ, അതായത് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്കൊക്കെ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ ചാപ്റ്റർ പോകുന്നത്. അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നോക്കൂ, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് 3 സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കൊക്കെ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസാണ്. ഇപ്പോൾ ഒരു നാട്ടിൽ ആളുകൾക്കെല്ലാം വിശക്കുന്നുണ്ട്, പട്ടിണിയാണെങ്കിൽ നമ്മൾ അവിടെ എന്താ ഉൽപ്പാദിപ്പിക്കേണ്ടത്? അരിയല്ലേ ഉൽപ്പാദിപ്പിക്കേണ്ടത് അല്ലേ? അല്ലാതെ അവിടെ ഒരു വാട്ടർ തീം പാർക്ക് കൊണ്ടുവച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് വേണം? ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് വേണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇപ്പം ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിമാൻഡുകൾ കൂടുതലും എന്നാൽ നമുക്കുള്ള റിസോഴ്സുകൾ പരിമിതവുമാണ്, കുറവുമാണ്. അതായത് നമ്മളുടെ ആവശ്യങ്ങൾ കൂടുതലും വിഭവങ്ങൾ കുറവുമാണ്. അപ്പം ആവശ്യത്തിനനുസരിച്ച്, അപ്പം വിശക്കുന്ന കുറേ ആൾക്കാരുള്ള നാടാണെങ്കിൽ, പട്ടിണിയുള്ള നാടാണെങ്കിൽ നമ്മൾ അവിടെ അരി പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലാതെ വാട്ടർ തീം പാർക്കല്ല അല്ലേ? ഇപ്പം ധാരാളം രോഗികളുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലാതെ വീഡിയോ ഗെയിമുകളല്ല നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പം അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളൊരു രീതിയിൽ മനസ്സിലാക്കേണ്ടത്. സോ രാജ്യമെമ്പാടും ആളുകൾക്കുള്ള പല ആവശ്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ ആവശ്യങ്ങളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ്. എങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാം? അരി ഉൽപ്പാദിപ്പിക്കണം, നെല്ല് ഉൽപ്പാദിപ്പിക്കണം എന്ന് നമുക്കറിയാം, പക്ഷെ അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതൊരു പ്രശ്നമായിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം ഹൗ ടു പ്രൊഡ്യൂസ് ആണ്. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടെക്നിക്കുകളാണ് പറയുന്നത്. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കും രണ്ടാമത്തത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കുമാണ്. അപ്പം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കവിടെ കൃഷി നിലങ്ങളിൽ ധാരാളം ആളുകളെ ജോലിക്ക് വിട്ടിട്ട്
കർഷകരെ ജോലിക്ക് വിട്ടിട്ട് നമുക്ക് നെല്ല് ഉൽപ്പാദിപ്പിക്കാം. അത്തരത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ ലേബർ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നു. ഇനി അതല്ല, നമുക്ക് അവിടെ ഒരു വലിയ കൊയ്ത്തു യന്ത്രം കൊണ്ടുവന്ന് കൊയ്ത്ത് യന്ത്രം വഴി സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക രീതി എന്നുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ സവിശേഷതകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ മക്കൾ നോക്കുക. ഇതെന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ആ പ്രശ്നങ്ങൾ മറികടക്കാം എന്നതും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണെങ്കിൽ തൊഴിൽ തീവ്ര ആണെങ്കിൽ കൂടുതൽ തൊഴിലാളികളായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ കുറച്ച് മൂലധന നിക്ഷേപം മതി, ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് മതി, പിന്നെ കുറേ സമയമെടുക്കും പ്രൊഡക്ഷന്. ഇനി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്, അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ 2-3 എക്സാമ്പിൾ തരാം. നമ്മുടെ കൃഷി, നെയ്ത്ത്, തോട്ടം തൊഴിലാളികൾ, ഇവരൊക്കെ തൊഴിൽ അടിസ്ഥാനമാക്കിയിട്ടില്ലേ തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇനി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ ഇപ്പോൾ വലിയ മെഷീനുകളായിരിക്കും അവിടെ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുക. അവിടെ തൊഴിലാളികളെക്കാൾ കൂടുതൽ പ്രാധാന്യം മെഷീനുകൾക്കായിരിക്കും. അപ്പം തന്നെ എന്താണ്, അവിടെ ആളുകളുടെ ഡിമാൻഡ് കുറവായിരിക്കും. പിന്നെ കൂടിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണം, വലിയ ടെക്നോളജികളെ നമ്മൾ ആശ്രയിക്കണം, പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ വലിയ വലിയ ഫാക്ടറികളൊക്കെ ഇതിൻ്റെ ഉദാഹരണം, വലിയ മരുന്ന് നിർമ്മാണശാലകളൊക്കെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള സാധനമുണ്ട്. ആർക്ക് വേണ്ടി ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാം? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനം കൃത്യമായിട്ട് ആളുകളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനം ഒന്നെങ്കിൽ ഒരാളുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും എത്തിച്ചേരും, അതല്ലെങ്കിൽ കൃത്യമായിട്ട് വിനിയോഗം നടക്കാതെ കുറേ വേസ്റ്റായി പോകും. അപ്പം അതും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ളത്, ഇപ്പം കുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ബാഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാഗ് ധാരാളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എത്തണ്ടേ, നിങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ മാത്രമേ നിങ്ങളുടെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ആവുകയുള്ളൂ, കൂടാതെ അത് ഉൽപ്പാദിപ്പിച്ചാൾക്ക് വരുമാനം കിട്ടുകയുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഉൽപ്പാദനത്തിൽ നിന്നുണ്ടാകുന്ന പണം പലരുടെ കയ്യിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മളൊരു ഫർണിച്ചർ കട തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളവിടെ കുറേ ഫർണിച്ചർ സാധനങ്ങളൊക്കെ വാങ്ങി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ടല്ലേ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ മുറീൻ്റെ ഉടമസ്ഥന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നതെന്ന് അറിയാമോ? റെൻ്റായിട്ടാണ്, വാടക കൊടുത്തുകൊണ്ടാകും. പിന്നെ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കൊക്കെ ശമ്പളം എന്ന രീതിയിലാണ് വരുമാനം കിട്ടുന്നത്. പിന്നെ ക്യാപിറ്റൽ, അത് ഇൻട്രസ്റ്റ് പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ലോണൊക്കെ എടുത്തിട്ടല്ലേ ഇങ്ങനെ വലിയൊരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ബാങ്കുകൾക്ക് നമ്മൾ പലിശ അടയ്ക്കേണ്ടി വരും. പിന്നെ ഇതൊക്കെ വിറ്റ് കിട്ടുന്ന ലാഭമായിരിക്കാം ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ മുതലാളിക്കാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ഇൻകം, അതായത് ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയില്ലേ? ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബേസിക് എക്കോണമികളാണ്. ഇപ്പോൾ ലോകത്തെമ്പാടും ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ഇത് മറികടക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ ഓരോരോ എക്കണോമിക് പോളിസികൾ, ഒരു സാമ്പത്തിക നയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് നമുക്ക് നോക്കാനുള്ളത്. ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് എക്കോണമി. ഈ 3 എണ്ണം നിങ്ങൾ നോക്കണം. ആദ്യത്തത് ക്യാപിറ്റലിസ്റ്റാണ്. ഇവിടെ മുതലാളിത്തം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ആ പ്രൊഡക്ഷൻ നടത്തുന്നത്, ഇതിൻ്റെയൊക്കെ ചുമതല ഓരോ കമ്പനി ഓണർമാർക്കായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ കുറവായിരിക്കും. ഈ സവിശേഷതകൾ ഒന്ന് നോക്കി വെക്കുക. പരമാവധി ലാഭം എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. ഇനി സോഷ്യലിസ്റ്റ് എക്കോണമികളായിട്ടുള്ള ഇപ്പോൾ ചൈന, ക്യൂബ രാജ്യങ്ങളിലൊക്കെ പ്രൊഡക്ഷനൊക്കെ തീരുമാനിക്കുന്ന അവിടുത്തെ ഗവൺമെൻറ്റാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക. അവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ പ്രാധാന്യം ജനക്ഷേമമായിരിക്കും, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആയിരിക്കും പ്രാധാന്യം. ലാഭത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ആളുകളുടെ ക്ഷേമമായിരിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ അതിൻ്റെ സവിശേഷതകളാണ് നോക്കുക. മിക്സഡ് എക്കോണമി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മിക്സഡ് എക്കോണമി. അതായത് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളും കാണാം, പ്രൈവറ്റ് സ്ഥാപനങ്ങളും കാണാം അല്ലേ. ഇവിടെ BSNL ഉണ്ട്, അതേ സ്ഥലത്ത് ജിയോയും ഉണ്ട്. അപ്പം 2 സ്ഥാപനങ്ങളും അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനും കോ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? ഇവിടെ ലാഭം ഉണ്ടാക്കേണ്ടവർക്ക് ലാഭം ഉണ്ടാക്കാം, ജനക്ഷേമം പ്രൊവൈഡ് ചെയ്യേണ്ടവർക്ക് ജനക്ഷേമം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഈ ഒരു സവിശേഷതകൾ നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇപ്പം മാറിയും കൊണ്ട് നോളജ് ബേസ്ഡ് എക്കോണമിയിലേക്ക് വരുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. എങ്ങാനും ചോദിച്ചാൽ നിങ്ങൾ എഴുതുക. ആ ഒരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട ചില തിയറികളാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്
പറയുന്നത് ആഡം സ്മിത്താണ് കേട്ടോ, ആഡം സ്മിത്ത്. പിന്നെ ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. എന്താ പറയുക, ക്ഷേമത്തിനെക്കുറിച്ച്, സാറ്റിസ്ഫാക്ഷനെ കുറിച്ചൊക്കെ തിയറികൾ പറഞ്ഞിട്ടുള്ള ആളാണ് ആൽഫ്രഡ് മാർഷൽ. പിന്നെ ലയണൽ റോബിൻസ് എന്ന് പറയുന്ന ആൾ പറയുന്നത് വെച്ചാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പിന്നെ ധാരാളമാണ്, പക്ഷേ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ, ഇത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നതിനെയാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദിക്കൂല, പക്ഷേ ഓരോ തിയറികൾ തന്നിട്ട് ഇത് ആരൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്ന ആളുടെ പാട്ട സിദ്ധാന്തം, തിയറി ഓഫ് റെൻ്റ് ഉണ്ട് കേട്ടോ, ഒരു പാട്ട സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ഇത് പ്രകാരം പറയുന്നത് എന്താ വെച്ചാൽ 2 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുകയാണെങ്കിൽ അത് 2 രാജ്യക്കാർക്കും ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാറൽ മാർക്സ് എന്ന് പറയുന്ന സൈദ്ധാന്തികൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ പ്രൊഡക്ഷൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ലേബറാണ്, തൊഴിലാളികളാണ്. പക്ഷേ തൊഴിലാളികളെന്നും ചൂഷണം ചെയ്യപ്പെടുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. MG കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത് എന്നും ഒരു ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എക്കണോമിക്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ, സർക്കാർ എല്ലാ കാര്യത്തും സാമ്പത്തിക രംഗത്ത് ഇടപെട്ടാൽ മാത്രമേ മികച്ച രീതിയിൽ എക്കണോമി വർക്ക് ചെയ്യുള്ളൂ. JA ഷൂംപീറ്റർ പറയുന്നത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനാണ്. ഇപ്പോൾ പുതിയ ടെക്നോളജി വരുമ്പം സ്വാഭാവികമായിട്ടും പഴയ ടെക്നോളജി പോയി പോകും എന്നുള്ളൊരു കാര്യം, എന്നാൽ അത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ചാണക്യൻ്റെ ടാക്സ് സിസ്റ്റം, അതായത് ഒരു പൂമ്പാറ്റ പൂ പോലും അറിയാതെ അതിലെ തേൻ കുടിക്കുന്ന പോലെ വേണം ടാക്സ് പിരിക്കാൻ എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡ്രെയിൻ തിയറി അഥവാ ചോർച്ച സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ എന്തായാലും ചോദിക്കുന്ന ഒരു സാധനമാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക, എന്തായാലും ചോദിക്കും. ഓക്കെ. പിന്നെ ഇന്ത്യയിൽ നിന്ന് നൊബേൽ സമ്മാനം നേടിയ അമർത്യ കുമാർ സെൻ ഇദ്ദേഹത്തിൻ്റെ എക്കണോമിക്കൽ പോളിസികൾ പറയുന്നുണ്ട്, അതൊന്ന് നോക്കി വയ്ക്കുക. ഡീറ്റെയിൽ ആയിട്ടാണെങ്കിലും നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇന്ത്യയിൽ നിന്നും ഇദ്ദേഹത്തിന് ശേഷം അഭിജിത്ത് വിനായക് ബാനർജി എന്ന് പറയുന്ന വ്യക്തിക്ക് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചില തിയറികളും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. സോ ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററുകളൊക്കെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഈ പാർട്ടുകളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിന് എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടും. ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും മുഴുവൻ മാർക്കേ കിട്ടാൻ പോകണല്ലോ. അപ്പം എല്ലാ മക്കളും നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്.